Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ അച്ചായത്തി. നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോയിൽ കണ്ടിട്ട്. റീസൺ ബീങ് ഞാൻ നാട്ടിൽ പോയിരിക്കുമായിരുന്നു കേട്ടോ. അവിടെ പോയാൽ പിന്നെ നമ്മൾ ലീവ് ചെയ്യണമല്ലോ. അവിടുത്തെ ലൈഫ് കുറേ നാൾ കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ അവിടുത്തെ എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് എൻ്റെ സ്വിറ്റ്സർലൻഡ് യാത്രയുടെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബോർഡ് ഉണ്ടല്ലോ, അത് നമ്മൾ യൂറോപ്പിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ റീജിയണിൽ പാസ് ചെയ്യും. ആ റീജിയൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ആ ബോർഡിൽ കാണിക്കുന്നതും ആ റീജിയൻ്റെ പേരുമാണ് കാണിക്കുന്നത്. നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെൽജിയത്തിൻ്റെ വലൂനിയ റീജിയനിലൂടെയാണ്. ഫ്രഞ്ച് സ്പീക്കിംഗ് റീജിയനാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആർക്കെങ്കിലും റോഡ് ട്രിപ്പ് ഇഷ്ടമാണെങ്കിൽ ഈ ബെൽജിയത്തിൽ വരുമ്പം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വലൂനിയ ത്രൂ ആയിട്ടുള്ള റോഡ് ഡ്രൈവ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ ഇലക്ട്രിക് കാർ ആകുമ്പോഴത്തേക്കിന് ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ റൂട്ട് മാപ്പ് ചെയ്ത് ചാർജിങ് സ്റ്റേഷൻ നോക്കി റൂട്ട് മാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഡ്രൈവ് ചെയ്യാവുള്ളൂ. പക്ഷേ ഓൺ ദ വേ ഹൈവേയിൽ 1-2 സ്ഥലങ്ങളിൽ നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻസ് ഫങ്ഷനിങ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത പരിപാടിയാണ് ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഗ്ലാസ് താത്തിയിട്ടു, AC ഓഫ് ചെയ്തു, റേഡിയോയും മ്യൂസിക് ഇതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് അടുത്ത സ്റ്റേഷൻ എത്തുന്നിടം വരെ നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ പറ്റുവാണെങ്കിൽ ഇതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വിറ്റ്സർലൻഡ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങൾ വെളിയിൽ എല്ലാ നേരവും കഴിക്കാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡെല്ലാം മീൽ പ്ലാൻ ചെയ്ത് പ്രെപ്പ് ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഫുഡ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടാണ് നമ്മൾ നോട്ടൊക്കെ ഓരോ ദിവസം എന്താ കഴിക്കേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് നമ്മൾ മെയിനായിട്ടും ചിന്തിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നമ്മളെപ്പോഴും ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുമ്പോൾ റൂട്ട് മാപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ചാർജിങ് സ്റ്റേഷൻസ് നോക്കേണ്ടത് മിനിമം 150 കിലോവാട്ടിൻ്റെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒട്ടുമിക്ക സമയവും യാത്രയുടെ ഒട്ടുമിക്ക സമയം ചാർജിങ് എന്നും പറഞ്ഞ് പോവുകയും ചെയ്യും. നമുക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരും. അപ്പം നമ്മളിപ്പോൾ കയറ്റിയിരിക്കുന്നത് 350 കിലോവാട്ടിൻ്റെ ചാർജിങ് യൂണിറ്റാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ഒരു മാക്സിമം 15 to 20 മിനിറ്റ്സിനുള്ളിൽ ഇത് ഫുൾ ചാർജ് ആവും. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രഷപ്പ് ആവുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതൊന്ന് മനസ്സിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വണ്ടി സ്കോഡ എണ്ണിയൊക്കെ ആയതുകൊണ്ട് അതിന് നമുക്ക് ഫോൺ ആപ്പ് ത്രൂ നമുക്ക് ടൈം, അതായത് ചാർജിങ് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ചാർജ് നമ്മൾ ചെയ്യാതെ ഇരിക്കണം. അതാണ് എഫിഷ്യൻ്റായിട്ട് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന ഒരു രീതി എന്നാണ് പറയുന്നത്. അപ്പം ഒരു 80-85% നമ്മൾ ചാർജ് ചെയ്യാനേ മാക്സിമം നോക്കാവുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യരുത്. പിന്നെ ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും, നമ്മൾ ഓരോ പെട്രോൾ സ്റ്റേഷനിലും യൂസ് ചെയ്യുന്ന വാഷ്റൂംസിൽ നമുക്ക് ഇങ്ങനത്തെ കൂപ്പൺ കിട്ടും കേട്ടോ. വാഷ്റൂം യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഷോപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുവാണെങ്കിൽ. പക്ഷേ നമ്മൾ കയ്യിൽ സാധനങ്ങളൊക്കെ കരുതിയുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ കഴിക്കുന്നത് കോഫി കുക്കറാണ് കേട്ടോ. ഇവിടെ ബെൽജിയത്തിൽ ക്രൊസോൺ, പിന്നെ അങ്ങനത്തെ ഈ പേസ്ട്രി ടൈപ്സ്, അങ്ങനത്തെ ഈ സംഭവങ്ങൾ, പഫ്സ് പോലത്തെ സാധനങ്ങൾക്കൊക്കെ കോഫി കുക്കർ എന്നാണ് പറയുന്നത്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടായിട്ട് ഗെൻഡിയിൽ നിന്ന് യാത്ര തിരിച്ചത്. നമ്മൾ രാത്രിയായപ്പോൾ കോൾമാറിൽ നമ്മളെത്തി. അപ്പോൾ നമ്മൾ ഇന്നൊരു രാത്രി കോൾമാർ സ്റ്റേ ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണത്തിലൊന്ന്, ഭക്ഷണങ്ങളിലൊന്നല്ലേ എഗ് പഫ്സ്. കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനെ അവിടെ നിന്ന് മാറി നിൽക്കണം, മുഖത്തോട്ട് പൊട്ടിത്തെറിച്ചെങ്കിൽ നമുക്കറിയില്ല മെഷീൻ. നമ്മുടെ പഫ്സ് വേണ്ട ഇതിനകത്ത് ചുവാർമാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഡിന്നറെല്ലാം കഴിഞ്ഞ് നമ്മൾ നിന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കോൾമാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. ഗെൻറ്റിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് വരെ ഒരു 8.5 hours ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ഒരാൾ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കോൾമാറിലൊന്ന് സ്റ്റേ ചെയ്തിട്ട്
പോകാമെന്ന് വെച്ചത്. എന്തൊക്കെ പറഞ്ഞാലും കോൾമാർ എൻ്റെ ഒരു ഫേവററ്റ് സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ. ആരെങ്കിലും കോൾമാർ ത്രൂ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഹോൾട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കോൾമാർ അല്ലെങ്കിൽ ഈ അൽസേഷ്യൻ റീജൻ. ഞാൻ ഈ അൽസേഷ്യൻ റീജനെ കുറിച്ചുള്ളൊരു വീഡിയോ ക്രിസ്മസ് വ്ളോഗായിട്ട്, അത് ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൾമാറും ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല അന്ന് ക്രിസ്മസ് മാർക്കറ്റായിരുന്നു എക്സ്പ്ലോറേഷൻ. ഫുഡ് മുഖ്യം ബിഹിലേ എന്ന് പറയുന്ന പോലെ എവിടെ പോയാലും അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് ഹോൾസ് കണ്ടുപിടിക്കുക, അതാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ ഇത് കോൾമാറിൽ ഒരു ചെറിയൊരു ഫുഡ് ഹോളാണ്, അതായത് ഫുഡ് മാർക്കറ്റ്. I hear the beat, it's in my chest, got me feeling some kind of way. I confess the rhythm takes over, no room to rest. My heart's dancing, it's a love conquest. Oh, the melody, it's smooth and sweet, like honey dripping from a golden bee. ഫ്രഞ്ച് പേസ്ട്രീസ് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേസ്ട്രീസൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മൾ കോൾമാർ ബാക്കിയും കൂടെ എക്സ്പ്ലോർ ചെയ്ത് പറ്റുന്നത്രയും മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു. ഇവിടെയുണ്ട് കേട്ടോ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി. കോൾമാറിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്കൾപ്റ്റ് ചെയ്ത ഫ്രെഡറിക് ബാർത്തോൾഡിയുടെ ബർത്ത് പ്ലേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുള്ളൊരു മ്യൂസിയം വരെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അമേരിക്ക വരെ പോകേണ്ട വന്നില്ല സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു മിനിയേച്ചർ വെർഷൻ എങ്കിലും കാണാൻ. അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെ സ്റ്റേയിലെത്തി കേട്ടോ, എയർബിഎൻബിയിൽ. ഇത് നെക്സ്റ്റ് ഡേ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ കോൾമാറിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്രെഡ് ഐറ്റമാണിത്. അപ്പം ഇതിന് പറയും കൊഗിൾ ഹോപ്പഫ്. ഇതിന് പല വേർഷനുണ്ട്, പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഇറ്റലിയിലുണ്ട് പാനറ്റോൺ എന്ന് പറയും. അപ്പോൾ അത് ക്രിസ്മസ് ടൈമിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒക്കെ ഒരേ ഷേപ്പിൽ വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ ബണ്ട് കേക്ക് സംഭവം ഉണ്ടല്ലോ, അത് ഇവിടെ നിന്നാണ് ഉണ്ടായത്, കോൾമാർ. ഓക്കെ, അപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡ് സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ വ്യൂ ഉണ്ടോ, കിഡിലനല്ലേ. അപ്പം മഞ്ഞുമലയൊക്കെ കണ്ടാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത് കേട്ടോ. ഈ വീട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഈ വീടിൻ്റെ അകം കാണാമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ കുറച്ച് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ അപ്പച്ചൻ നല്ല ക്യൂട്ടായിട്ട് വീടിൻ്റെ ഔട്ട്ഡോറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ അന്നത്തെ രാവിലത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിറ്റിലസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതിന് മുന്നേ ഈ പരിപാടി ഞങ്ങൾ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞാണ് നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ എന്നാ പറയുക കേബിൾ കാർ ഒന്നും ബുക്ക് ചെയ്യരുത്. നമ്മൾ 3-4 ഡേയ്സിനായിട്ടാണല്ലോ നമ്മൾ ട്രിപ്പൊക്കെ യൂഷ്വലി സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുന്നത്. അപ്പം ഓരോ ദിവസത്തെയും വെതർ നിങ്ങൾ അതിൻ്റെ അതായത് അട്രാക്ഷൻസിൻ്റെ ഒഫീഷ്യൽ വെബ് പേജിൽ കയറി വെതർ ചെക്ക് ചെയ്യുക. ഇതുപോലെ അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നല്ല വെതറാണെങ്കിൽ മാത്രം നമ്മൾ തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ വെറുതെ പോകുന്ന പോലെ ആയപ്പോൾ ഈ ക്ലൗഡി ആയാലോ അല്ലെങ്കിൽ ഒത്തിരി മഞ്ഞുണ്ടെങ്കിൽ ഫോഗ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ട്രിപ്പ് ടിറ്റിലിസിലേക്ക് തിരിക്കാമെന്ന് വെച്ചു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മൾ എയർബിഎൻബി അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റേ നമ്മൾ എടുക്കുമ്പം ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റൂമിൽ നമുക്ക് ഒരു ഇൻഫോർമേഷൻ ബാസ്ക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ഒരു കാർഡ് കാണും, രജിസ്റ്റർ ഓഫ് അറൈവൽ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അതിനകത്ത് നമ്മൾ എത്ര അഡൽട്സ് ഉണ്ട്, ഏത് ദിവസം വന്നു, ഏത് ദിവസം പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റീജിയണിന്, അതായത് ഞങ്ങൾ സ്റ്റേ ചെയ്ത് ബ്രിൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ആ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഈ ആക്ടിവിറ്റീസിനകത്തൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ആരും ഈ കാര്യവും മറക്കരുത്. ഇങ്ങനെയാണ് ഇൻഫർമേഷൻ ബാസ്ക്കറ്റ് കണ്ടോ, കുറേ ബുക്ക്ലെറ്റ്സും അടുത്തുള്ള അട്രാക്ഷൻസും ഒക്കെ നമുക്ക് കാണാനുള്ളത് നമുക്ക് കാണും. നല്ല അടിപൊളി ഡ്രൈവൊക്കെ ചെയ്ത് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ടിറ്റിലേസിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയി. അപ്പോൾ നമുക്ക് വിശപ്പ് വന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കൂപ്പ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ സ്വിറ്റ്സർലൻഡിലെ. അപ്പോൾ കൂപ്പിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇക്കിയ പോലെ തന്നെ നമുക്ക് എന്താ പറയുക പ്ലേറ്റ് സൈസ് അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഒരു ട്രേക്കകത്തെടുത്ത് നമുക്ക് ബില്ല് ചെയ്തിട്ട് കഴിക്കാം. ഇതൊക്കെയാണ് അവിടെ കണ്ട ഐറ്റംസ്. നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വലിയ എക്സ്പെൻസീവ് അല്ല,
അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ എടുത്തത്. കണ്ടോ, മലയാളിയുടെ സ്വഭാവം ഒരിക്കലും മാറില്ല. ഒരു ചെറിയ പാത്രം ഉണ്ടെങ്കിലും അതിനകത്ത് മാക്സിമം കുത്തി നിറച്ചിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ. എന്തായാലും എടുത്ത ഐറ്റംസ് ഒക്കെ നല്ല കിടലനായിരുന്നു. ദേ ടിറ്റിലേസ് ദേ ആ കാണുന്ന മലയുടെ മണ്ടയ്ക്കാണ് കേട്ടോ. അങ്ങനെ അമ്മ നമ്മൾ ടിറ്റിലിസിലേക്ക് പോകാൻ പോവാണ്. ഫസ്റ്റ് ഇത് ഈ നോർമൽ കേബിൾ കാറാണ് എടുക്കുന്നത്. സെക്കൻഡ് വണ്ണാണ് റൊട്ടേറ്റിംഗ് കേബിൾ കാറായിട്ട് പോകുന്നത്. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് കുറേ പേരുണ്ട്. സ്പ്രിംഗ് ടൈം നല്ല ബെസ്റ്റ് ടൈമാണ് വരാൻ. It's in my chest, got me feeling some kind of way. I confess the rhythm takes over, no room to rest. My heart's dancing. ഈ കാണുന്ന ഐറ്റമാണ് കേട്ടോ റൊട്ടേറ്റിംഗ് കേബിൾ കാർ. ഇതൊരു അടിപൊളി അട്രാക്ഷനാണ്. നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് സ്വിറ്റ്സർലൻഡ് വരുമ്പോൾ കേട്ടോ. മഞ്ഞുമലയുടെ മണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും മാക്സിമം ലെയർ ചെയ്താൽ ഡ്രസ്സ് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ തണുപ്പടിച്ച് വെറുതെ അസുഖം വരുത്തുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. വെതർ വളരെ സുഖകരമായ വെതറായിരുന്നു. മുകളിൽ മഞ്ഞുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു പുള്ളോവറിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പോയത് ഇപ്പോൾ ഇത് മെയ് മാസത്തെ യാത്രയായിരുന്നു കേട്ടോ. നല്ല പ്ലസൻറ്റ് വെതറായിരുന്നു. വെറുതെ നമ്മൾ ഓവർ ഡ്രസ്സ് ചെയ്ത് നമ്മൾ കയറി. ഇതിനകത്തെ ഗ്ലേഷ്യർ, ഈ ഗ്ലേഷ്യർ കേവ്, പിന്നെ ഗ്ലേഷ്യർ പാർക്ക്, ഐസ് ഫ്ലയർ, പിന്നെ ഈ ലോങ് വാക്ക്, അതും വാക്ക് വേ, അതും ഫ്രീ ആണ്. ഈ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ചോക്ലേറ്റിയർ, പിന്നെ സുവനിയർ ഷോപ്സ്, പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിന് എത്രയാണെന്ന് വെച്ചാൽ 96 CHF പെർ അഡൽട്ട്. പിന്നെ കിഡ്സിന് 46 അല്ലേ. പിന്നെ 6-ന് താഴോട്ടാണെങ്കിൽ ഫ്രീ ആണ്. പേരൻസുമായിട്ട് വരാൻ പറ്റിയ സമയമാണ് കേട്ടോ, സ്പ്രിങ് ആൻഡ് സമ്മർ ടൈം. അപ്പം ആരെങ്കിലും നിങ്ങളുടെ പേരൻസിനെയോ ഒക്കെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ വരുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഈ റൊട്ടേറ്റിംഗ് കേബിൾ കാർ ഉണ്ടല്ലോ, ലോകത്തിലെ ഫസ്റ്റ് റൊട്ടേറ്റിംഗ് കേബിൾ കാറാണ് കേട്ടോ ഈ ടിറ്റിലിസിലെ കേബിൾ കാർ. ഇത് 360 ഡിഗ്രീസ് കറങ്ങുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ടല്ല, സ്ലോ ആയിട്ട്. വാവ്, സൂപ്പർ. അത് നമുക്ക് ആക്സസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ആക്ച്വലി അവിടെ നമ്മൾ ഇറങ്ങിയാൽ അതൊക്കെ ചെയ്യാം. കുറച്ച് ആക്ടിവിറ്റീസ് അതാണ്. ഐസ് പാർക്ക് നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ചെയ്യാം. വാവ്. ഓ, ഇത് കഴിഞ്ഞും പോണല്ലേ ആ സാധനം കിട്ടാൻ. ഒന്നുമല്ലല്ലോ, മലേഷ്യയിലെ ഒന്നുമല്ല. ഓ, ഇത് കുറെ ഭയങ്കരം. ദൈവമേ, ശരിക്കും പേടി തോന്നും, പക്ഷെ എന്നാ സന്തോഷം തോന്നും. വ്യൂ അല്ലേ, വ്യൂ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ശരിക്കും അതാണ് ഇന്ത്യ. അങ്ങനെ നമ്മൾ റോട്ടേറിനകത്ത് കയറി. നിറച്ചും നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഒരു നല്ല സന്തോഷവും, നമ്മുടെ ഒരു മഹാസമ്മേളനം നടക്കുന്ന പോലെയാണ്. എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ഇന്ത്യയിൽ ചെന്നൊരു പ്രതീതിയായിരുന്നു. അങ്ങനെ റോട്ടേറിൽ 360 ഡിഗ്രി പതുക്കെ കറങ്ങി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കെന്നിക്കുട്ടിൻ്റെ ബഹളവും കണ്ട് നമ്മൾ ടിറ്റിലിസിൻ്റെ ടോപ്പിലെത്തി. I hear the beat, it's in my chest, got me feeling some kind of way. I confess the rhythm takes over, no room to rest. My heart's dancing, it's a love conquest. Oh, the melody
and sweet, like honey dripping from a golden bee. It's the soundtrack to my soul's heat, making me move from my head to my feet. My heartbeat, yeah, it's pumping so loud. It's the rhythm of love, baby, that I found when the music plays. I just can't help but sway. Nothing else matters. It's my heart that obeys. ഇതൊക്കെയാണ് ഈ ബ്രാൻഡുകളെല്ലാം സ്വിസ് ബ്രാൻഡുകളാണ്. അപ്പം ഇവിടെ വേണ്ടിയവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ചിലപ്പോൾ കുറച്ച് വിലക്കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി സ്വിസ്സിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇതുണ്ടോ ദിൽവാലെ ദുൽഹനിയെ ലേ ജായെങ്കെ എടുത്തത് ഇവിടെ നിന്നാണ്. ഈ സ്പോട്ടിൽ നിന്ന് ഒരു മ്യൂസിക് സീൻ എടുത്തിട്ടുണ്ട്. ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റായ നീരജ് ചോപ്രയാണ് കേട്ടോ സ്വിറ്റ്സർലൻഡിൻ്റെ ഫ്രണ്ട്ലി അംബാസിഡർ ഇപ്പോഴത്തെ. റീസൺ ബീയിങ് സ്വിറ്റ്സർലൻഡിൻ്റെ സ്പോർട്സ് ടൂറിസം ഒന്ന് ഇന്ത്യൻ ട്രാവലേഴ്സിൻ്റെ ഇടയ്ക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ പോവുകയാണെങ്കിൽ നമ്മൾ സ്നോയ്ക്കകത്ത് നടക്കാൻ പറ്റിയ ടൈപ്പ് ഷൂസ് വേണം കേട്ടോ, അല്ലെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. ഞങ്ങൾ പോകുന്ന പോക്ക് കണ്ടില്ലേ, പിടിച്ച് കയറ് പിടിച്ചാണ് പോകുന്നത്. ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു കേട്ടോ സ്ഥലം. അപ്പോൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം നിങ്ങൾ വരുമ്പം. പ്രോപ്പർലി ഡ്രസ്സപ്പ് ചെയ്തിട്ടേ വരാവുള്ളൂ കേട്ടോ. ബോളാക്കിക്കാമ ഒപ്പിങ്ങക്കി ക്യാച്ച്. എങ്ങനെയുണ്ടമ്മ? ഫുൾ ഇതിൻ്റെ ഫോഗും മിസ്റ്റാണ്. ഇത് ഈ സൈഡിലേക്ക് വ്യൂ ഒക്കെ ഉള്ളതാണ്, പക്ഷേ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ കാണേണ്ട സാധനങ്ങളും ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കറക്റ്റ് സമയത്ത് ഈ ഫോഗ് വന്നത്. ഫോർകാസ്റ്റിനകത്ത് കണ്ടതുപോലെ തന്നെയാണ് കറക്റ്റ് ഈ ടൈമിൽ തന്നെ ഫോഗ് വരാൻ തുടങ്ങി. ഏതായാലും എല്ലാ കാര്യങ്ങളും കാണാനും ചെയ്യാനും ഒക്കെ പറ്റി. നിങ്ങൾക്ക് പല്ല് നിളക്കണം കേട്ടോ കാത്തുവേ. ഇന്നത്തെ കിടിലൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഫ്രഷപ്പായി ഞങ്ങളുടെ ഡിന്നർ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അച്ഛനും കാത്തും ലെമൺ റൈസും ബീഫ് മുരിച്ചതുമാണ്. പിന്നെ ഞാനും അമ്മയും കെന്നും കൂടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ചിന് ഞങ്ങൾ KFC ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ലെഫ്റ്റ് ഓവേഴ്സ് ഞങ്ങൾ പാഴ്സലെടുത്തു. അത് പിച്ചി കീറി ഞങ്ങളൊരു ചിക്കൻ ട്രാപ്പ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ദിവസത്തെ പരിപാടി. ഇനി അടുത്ത വ്ളോഗായിട്ട് വരുന്നിടം വരെ നടന ചെവി സൈനിങ് ഓഫ്. വെയിറ്റ് സുവനിയർ ടൈം. ഇവിടുന്ന് വാങ്ങിച്ച ഐറ്റംസ് കാണിക്കാം. വളരെ കുറച്ച് സാധനങ്ങളാണ്. ഇത് കോൾമാറിൻ്റെ സംഭവം. പിന്നെ ഒരു എന്നാ പറയുക കോർക്ക് കൊണ്ടുണ്ടാക്കിയ ഈ സൺഗ്ലാസ് അല്ല ഗ്ലാസ് പൗച്ച്, ഇതും കൂടെ ഞാൻ വാങ്ങിച്ചു കോൾമാറിൽ നിന്ന്. ക്യൂട്ടല്ലേ? Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each sight, each sound, a memory to keep. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned.
took the light from sunrise to starlight, day to night. Nature's canvas unfolding so grand.